ഓം ഹരിശ്രീ ഗണപതേ നമ വിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് 3-ാം ദിവസത്തെ കഥ കേൾക്കാം. 3-ാം ഭാഗം, അതായത് 2-ാം അധ്യായമാണ് ഇന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് രാക്ഷസന്മാരെ ആക്രമിക്കാൻ വന്നപ്പോൾ ദേവേന്ദ്രൻ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ദൂതൻ വന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അല്ല മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്ത് കയറി ആയുധസന്നാഹങ്ങളോടെ വന്ന് എതിരിടാൻ നിൽക്കുകയാണ്. അപ്പോൾ കിളി പറഞ്ഞു, ഈ യുദ്ധവൈദഗ്ധ്യത്തെ പറ്റി പറയണമെങ്കിൽ ഏറെയുണ്ട് എന്ന് പറഞ്ഞ് കഥ നിർത്തുകയായിരുന്നു 1-ാം അധ്യായത്തിൻ്റെ അവസാനം. ഇന്ന് 2-ാം അധ്യായത്തിൽ കിളിയോട് എഴുത്തച്ഛൻ പറയുകയാണ്, കിളി അന്നവും പഴവും പാലും തരുവൻ ഞാൻ തരാം പാലും പഴവും, കഥയുടെ ബാക്കി ഭാഗം കൂടി എന്നോട് പറയൂ. ആ കിളി സന്തോഷത്തോടെ കഥയുടെ ബാക്കി ഭാഗം പറയാൻ തുടങ്ങുകയാണ്. ഇനി കേട്ടുകൊള്ളൂ. ഞാനും നിങ്ങളോട് പറയാൻ തുടങ്ങുകയാണ്. ഇനിയും ചുരുക്കി പറയാമെന്നാണ് കിളി പറഞ്ഞത്. ഞാനിതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ചുരുക്കുന്നൊന്നുമില്ല. എഴുതിയിരിക്കുന്ന എല്ലാ വേർഡ്സും കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മിന്നൽ പോലെ ശരജാലം തുരുതുരാ എന്ന് രാക്ഷസന്മാരുടെ ദേഹം ഭേദിച്ച് ഭൂമിയും ഭേദിച്ചിട്ട് പാതാളം വരെ ചെന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആയുധങ്ങളും വാഹനങ്ങളും ആഭൂഷണങ്ങളും എന്തിനേറെ രാക്ഷസന്മാരുടെ ദേഹം, കൈകാലുകൾ എല്ലാം ഈ ശരമേറ്റ് ജീവനറ്റ ശരീരങ്ങളാണ് താഴെ വീഴാൻ തുടങ്ങിയത്. ശരങ്ങൾ കൊണ്ട് യുദ്ധഭൂമി നിറഞ്ഞു. വേറൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ശരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നതും ആ ശരത്തിൻ്റെ ഒരു ഒച്ചയുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിടുമ്പോൾ ഒരു ശബ്ദമില്ലേ, അതൊക്കെ കേൾക്കാനുള്ളൂ. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോഴേക്കും ഭഗവാൻ തൻ്റെ ശംഖമെടുത്ത് ഉച്ചത്തിൽ വിളിക്കുകയാണ്. ആ ശംഖധ്വനി കേട്ട്, ആ ശംഖിൻ്റെ ശബ്ദം കേട്ട് ഭൂമി കുലുങ്ങി, സമുദ്രം ഇളകി മറിഞ്ഞു, പർവ്വതങ്ങൾ ആടിയുലഞ്ഞു, ആനകളും കുതിരകളും ആ രാക്ഷസന്മാരും മോഹിച്ചു വീണു എന്നാണ് പറഞ്ഞ്, ബോധം കെട്ട് വീണു. അതുപോലെ ഇവിടെ ഈ പേടിച്ചിട്ട് ഈ അസ്ത്രങ്ങളാലും ഈ ശംഖധ്വനിയാലും ഭീതി പൂണ്ട് രാക്ഷസന്മാർ ഓടി അകന്നു തുടങ്ങി. ഇത് കണ്ട സുമാലി കോപം പൂണ്ട് അടുത്തേക്ക് വന്ന് അസ്ത്രങ്ങൾ എയ്തു തുടങ്ങി. മാലിയും സുമാലിയുടെ സഹായത്തിനെത്തി. അത് കണ്ട് ഭഗവാൻ ശക്തനായ സുമാലിയുടെ സൂതനെ വധിക്കുകയാണ്. ആ തേരാളിയെ വധിച്ചു. ഉടനെ ഓടിയെടുത്ത മാലിയുടെ തേരും വില്ലും മുറിച്ചു കളഞ്ഞു. സുമാലിയെ സഹായിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ശക്തനാണെങ്കിലും സൂതനെ വീഴ്ച കഴിഞ്ഞപ്പം ശക്തി പകുതി ചോർന്നു ഇല്ലേ. തേരോടിക്കാൻ പിന്നെ ആരുമില്ല. ഓടിയെടുത്ത മാലിയുടെ തേരും വില്ലും മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ 2 പേർക്കും തേരില്ല, രഥമില്ലാതെയാണ്. ഉടനെ തൻ്റെ ഗദയും എടുത്ത് താഴേക്ക് ചാടിയിറങ്ങി മാലി. എന്നിട്ട് ഗരുഡനെയാണ് ആക്രമിച്ചത്. പാവം, ഗദ കൊണ്ടുള്ള അടിയേറ്റ് ഗരുഡൻ താഴേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പം പറഞ്ഞിരിക്കുന്ന വനമാലി എന്ന് പറഞ്ഞിരിക്കുന്നത്, സാധാരണ നമ്മൾ വനമാലി എന്ന് ശ്രീകൃഷ്ണനെയാണ് പറയാറ്. ഇവിടെ ആ ശ്രീരാമചന്ദ്രൻ തൻ്റെ ചക്രത്താൽ ആ മാലിയുടെ കഴുത്തറുത്തു. അങ്ങനെ മാലിയുടെ കഥ കഴിഞ്ഞു. ഇനി ബാക്കി 2 പേരേ ഉള്ളൂ, സുമാലിയും മാല്യവാനും. ഈ മാലിയുടെ വധം നടന്നത് കണ്ട് ദേവഗന്ധർവചാരണ താപസന്മാരെല്ലാം ഒന്നിച്ച് ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഇതിനിടെ മറ്റ് രാക്ഷസന്മാർ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വിട്ടില്ല, അവരെ പിന്തുടർന്ന് ആക്രമിച്ചു. അത് കണ്ട മാല്യവാൻ പറഞ്ഞു, ഇത് ധർമ്മമല്ല. ധർമ്മജ്ഞനായ നിനക്ക് ഇതുപോലും അറിയില്ലേ? പേടിച്ചോടുന്നവനെയും യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവൻ, അതായത് ഭയന്നോടുന്നവൻ, ആ ആയുധമില്ലാത്തവനെയും വധിച്ചാൽ നരകമാണ് ഫലം എന്ന് നിനക്കറിയില്ലേ? നീ വലിയ ധർമ്മിഷ്ഠനല്ലേ രാഘവ? മുന്നിൽ തന്നെ ഇവിടെ ഞാനുണ്ടല്ലോ. രാഘവ എന്ന് ഞാൻ വിളിച്ചതാണ് കേട്ടോ. ശ്രീരാമനായിട്ട് അവതരിച്ചത് മഹാവിഷ്ണു ആണല്ലോ. ഇവിടെ മഹാവിഷ്ണുവാണ് യുദ്ധം ചെയ്യുന്നത്. ഇത് മഹാവിഷ്ണുവിൻ്റെ ഈ യുദ്ധത്തെപ്പറ്റി അഗസ്ത്യമുനി കഥ പറയുന്നതാണ് ആ രാഘവനോട്. അപ്പോൾ ഇവിടെ രാഘവ എന്നല്ല, ഭഗവാൻ മഹാവിഷ്ണുവാണ്. മുന്നിൽ തന്നെ ഈ ഞാനുണ്ടല്ലോ, എന്നോട് പൊരുതൂ. ഇങ്ങനെ പറഞ്ഞതും കയ്യിലിരുന്ന ആ വേൽ കൊണ്ട് ഭഗവാന്റെ നെഞ്ചു നോക്കി ഒരൊറ്റ കുത്ത്. പുഷ്കരാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണു ആ വേൽ സ്വന്തം മാറിൽ നിന്നും പറിച്ചെടുത്തിട്ട് മാല്യവാൻ്റെ മാറിടം ലക്ഷ്യമാക്കി പ്രയോഗിക്കുകയാണ്. വേൽ കൊണ്ട് തളർന്ന മാല്യവാൻ ശൂലം എടുത്ത് പ്രയോഗിച്ചു. ശൂലം തന്നെയുമല്ല, ഭഗവാന്റെ മാറിടത്തിൽ മുഷ്ടി ചുരുട്ടി ഒറ്റ ഇടിയും കൊടുത്തു. അങ്ങനെ ആ പ്രഹരമേറ്റ്
ഭഗവാന് ഒന്നും സംഭവിക്കില്ല അല്ലേ, ഭഗവാന് ഐഡിയൊക്കെ താങ്ങാനുള്ള കെൽപ്പുണ്ട്. അനന്തരം പക്ഷിശ്രേഷ്ഠനെയും വെറുതെ വിടുന്നില്ല, അതിനും കൊടുത്തു പ്രഹരം. ഇത് കണ്ട രാക്ഷസനെ വാഴ്ത്തുകയാണ് അവരുടെ ആ പക്ഷത്തെ രാക്ഷസന്മാർ. ഗരുഡൻ വിട്ടുകൊടുത്തില്ല, തൻ്റെ ചിറകുകൾ കൊണ്ട് അടിച്ച് വീഴ്ത്തി ആ ശത്രുവിനെ. എന്നിട്ട് പാരിൽ നിറയെ ആ രാക്ഷസൻ്റെ രക്തം പരന്നൊഴുകി നിറഞ്ഞു. അനുജൻ, അതായത് ജ്യേഷ്ഠൻ വീണത് കണ്ട് സുമാലി ദുഃഖിതനായി ശേഷിച്ച ആ പടയോടുകൂടി യുദ്ധകളം വിട്ടു പോവുകയാണ്. അങ്ങനെ പോകുന്നത് കണ്ട മാല്യവാൻ അവരോടുകൂടി ഇനി ഞാനെന്തിനാണ് നിൽക്കുന്നത്, പോയേക്കാം എന്ന് വിചാരിച്ച് ആ മാല്യവാനും അവരോടുകൂടി പോവുകയാണ്. അങ്ങനെ മാല്യവാനും സുമാലിയും പോയെങ്കിലും ഭഗവാൻ രാക്ഷസന്മാരോട് പൊരുതിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം പൊരുതിയപ്പോൾ രക്ഷയില്ലെന്ന് മനസ്സിലായ അവരും പാതാളത്തിൽ പോയി ഒളിക്കുകയാണ്. ഇങ്ങനെ എല്ലാ ത്രൈലോക്യവാസികൾക്കും സന്തോഷമായി. അഗസ്ത്യ മഹർഷി കഥ തുടരുകയാണ്. ഇപ്പോൾ ആ രാവണനെ വധിച്ചതും ചിൽപുരുഷനായ നീ തന്നെ നാരായണ, അങ്ങ് തന്നെയാണ്. ഈ പണ്ട് രാക്ഷസന്മാരെ വധിച്ചതും അങ്ങ് തന്നെ, ഇപ്പോൾ രാക്ഷസനെ വധിച്ചതും ഈ രാവണനെ വധിച്ചതും അങ്ങ് തന്നെ എന്ന് പറയുകയാണ്. ഇങ്ങനെ പാതാളത്തിലേക്ക് പോയി രക്ഷപ്പെട്ട രാക്ഷസന്മാർ തങ്ങളുടെ ഭാര്യമാരുമായി ഒരുപാട് കാലം സസുഖ താമസിച്ചു. ഇതിനിടെ സുമാലി ആലോചിക്കുകയാണ്, എന്നും ഇങ്ങനെ ഈ പാതാളത്തിൽ വസിച്ചാൽ എങ്ങനെ? ധരണിയിൽ നമ്മുടെ ബന്ധുക്കളായ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയണമല്ലോ എന്ന് കരുതി തൻ്റെ മകളായ കൈകസിയെയും കൂട്ടി ഭൂമിയിലെത്തി. സസന്തോഷം ഇങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയിൽ വൈശ്രവണൻ ആഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് അറിയാലോ, വൈശ്രവണൻ കുബേരനാണ്, ധനാധിപതിയാണ്. അപ്പോൾ വൈശ്രവണൻ യാത്രയൊക്കെ പുഷ്പക വിമാനത്തിലാണല്ലോ. അങ്ങനെ ആ അച്ഛനെ കാണാനായിട്ട് അച്ഛനായ വിശ്രവസ് മുനിയെ കാണാനായി ലങ്കയിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ട് ആകാശമാർഗത്തുകൂടെ പോകുന്നത് കാണുകയാണ് ഈ സുമാലി. സുമാലി കണ്ടിട്ട് മകളോട് പറയുകയാണ്, ഇത് നോക്ക്, നിൻ്റെ അതായത് ഈ വിശ്രവസിൻ്റെ മകനാണ് വൈശ്രവണൻ. അപ്പോൾ ഇങ്ങനെ ഈ യൗവനാവസ്ഥയിലുള്ള തൻ്റെ മകളോട് അച്ഛൻ പറയുന്നതാണ്, മകളെ നിൻ്റെ ബാല്യം കഴിഞ്ഞു, യൗവനാവസ്ഥയിലെത്തി ഇരിക്കുന്നു, ഇനി വിവാഹപ്രായമായ നിന്നെ സ്വീകരിക്കാനായി ബന്ധുജനങ്ങൾ ആരും വരില്ല. കാരണം ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എല്ലാവരും പാതാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് മഹാവിഷ്ണുവിനോട് പരാജിതരായിട്ട്. അതുകൊണ്ടാണ്. പക്ഷേ വിവാഹപ്രായമായ മക്കളുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം കാണുമല്ലോ. അതാണ് ഇവിടെ സുമാലി പങ്കുവയ്ക്കുന്നത്. നീ വിവാഹിതയായി അനുരൂപനായ ഒരു ഭർത്താവിനോടുകൂടി സുഖമായി വസിക്കുന്നത് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അത് എന്നാണ് സാധിക്കുന്നതെന്ന് ചിന്തിച്ച് ആധിയുമുണ്ട്. മോള് കണ്ടോ, ആ വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ കയറി പിതാവിനെ കണ്ട് വന്ദിക്കാനായി പോകുന്ന പോക്കാണത്. നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ വൈശ്രവണനെ പോലെ സാമർഥ്യമുള്ള പുത്രന്മാർ നിനക്കും ജനിക്കും. അച്ഛൻ നല്ല അച്ഛനാണ്. കണ്ടോ, മോളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്. അങ്ങനെ പൗലസ്ത്യപുത്രനായ വിശ്രവസ് മഹർഷിയെ നീ പോയി സേവിക്കുക. 3 ലോകങ്ങളിലും ആ സമ്മതനായ ഒരു സമർത്ഥനായ പുത്രൻ വിശ്രവസിൽ നിന്ന് നിനക്കുണ്ടാകും. ഇത് കേട്ട കൈകസി വിശ്രവസ് മുനിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഇനിയാണ് അടുത്ത ഹെഡിങ്ങാണ് രാവണാദികളുടെ ഉദ്ഭവം. അപ്പോൾ വിശ്രവസിൻ്റെ അടുത്തേക്ക് കൈകസി പോവുകയാണ് അച്ഛൻ്റെ വാക്ക് കേട്ട്. ഇനി രാവണാദികളുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ ഇവരുടെയൊക്കെ ജനനമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആ പുലസ്ത്യ മഹർഷിയുടെ നന്ദനനായ വിശ്രവസ് മുനി, നമുക്കറിയാം വേദവിശ്രവണേന ജനിച്ചതുകൊണ്ടാണ് വിശ്രവസ് എന്ന് പേര് വന്നത് എന്നൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ട്, വിശ്രവസ് അല്ല വൈശ്രവണൻ എന്ന് പേര് വന്നത് കേട്ടോ. അപ്പോൾ ആ അവിടെ പിന്നെയും തെറ്റിപ്പോയി. ഒരു ദിവസം ഈ പൗലസ്ത്യൻ മഹർഷിയാണ് സന്ധ്യാനന്ദന എന്ന ആ സാലങ്കടയുടെ കല്യാണം കഴിച്ച് ആ വിശ്രവസ് മുനി തന്നെയാണ് വേദശ്രവണേന ജനിച്ച കുമാരൻ. ആ വിശ്രവസിൻ്റെ മകനാണ് വൈശ്രവണൻ. അങ്ങനെ ഈ വിശ്രവസ് മുനി നിത്യകർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ സന്ധ്യാവന്ദനത്തിന് ഒരുങ്ങുന്ന സമയത്താണ് ഈ കൈകസി ചെന്ന് സന്താനമാശു ദേഹീതി എന്ന് പറയുന്നത്. കൈകസി ഇങ്ങനെ പറയുന്നത് മുനി കേട്ട് ചിന്തിച്ചിട്ട് പറയുകയാണ്, കഷ്ടം, നിൻ്റെ ഈ ആവശ്യം
ഈ ദാരുണമായ വേളയിൽ നീ ഇങ്ങനെ ആവശ്യപ്പെട്ടതിനാൽ ജനിക്കുന്ന സന്താനങ്ങൾ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായി തീരുമല്ലോ. ഇത് കേട്ട കൈകസി, നന്ന് നിങ്ങളിങ്ങനെ അരുൾ ചെയ്തത്, അതായത് അത് പറഞ്ഞത് നന്നായി. പുഷ്ടതപോബലമുള്ള ഭവാൻ, നിനക്കിഷ്ടരായുണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാൽ അത് നിൻ തിരുവടിക്കൊട്ടുമേ കീർത്തിക്കു പോരാ തപോനിധേ എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഇങ്ങനെ നന്നരുൾ ചെയ്താൽ അത് നന്നാണ് അരുൾ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടിക്ക് ഒട്ടുമേ കീർത്തിക്ക് പോരാ എന്ന് പറഞ്ഞാൽ എനിക്ക് ദുഷ്ടന്മാരായ മക്കളുണ്ടായാൽ അത് കീർത്തിക്ക് മങ്ങലേൽക്കും. അതുകൊണ്ടാണ് തപോനിധേ, അങ്ങയുടെ കീർത്തിക്ക് മങ്ങലേൽക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. അത് കൈകസി അത് കഴിഞ്ഞിട്ട് മുനി കൈകസിയോട് പറയുകയാണ്, നീ ഇത് കേട്ടാലും നിനക്ക് ഒടുക്കത്തെ, അതായത് അവസാനത്തെ ഒരു സന്താനം ഉണ്ടാകും. അതായത് കൊണ്ടൽ നേർവർണ്ണനെ പോലെ അവൻ നല്ലവനായിരിക്കും, പ്രിയമുള്ളവനായിരിക്കും. അവൻ കൊണ്ടൽ നേർവർണ്ണനും പ്രിയമുള്ളവനായിരിക്കും. സകല ഗുണഗണങ്ങളുടെയും വിളനിലമായിരിക്കും അവൻ ദീർഘായുഷ്മാനുമായിരിക്കും. ഇങ്ങനെ അനുഗ്രഹിച്ചതിന് ശേഷം അവരവരുടെ വാസസ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ പോലെ ഫാമിലിയായിട്ട് ഒരു വീട്ടിലല്ല താമസിച്ചത്. കൈകസിയുടെ വഴിക്കും പോയി, വിശ്രവസ്മുനി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്കും പോയി. അനന്തരം കൈകസി പ്രസവിക്കുകയാണ്. 10 തലയും 20 കൈകളും, എത്രയും ഭീഷണമായ ഒരു രൂപം. നീലശൈലം പോലെ രണ്ടാമതൊരുത്തനും കൂടി പിറന്നു. 3ാമതൊരു രാക്ഷസിയായിരുന്നു. 4ാമത് ജനിച്ചവനാണ് ആ വിശ്രവസ്മുനി പറഞ്ഞതുപോലെ ധന്യനായി, ഭാഗവതോത്തമനായി, ഗുണാഢ്യനായ ഒരുവൻ. അങ്ങനെ യഥാക്രമം ഈ കുട്ടികൾക്ക് രാവണൻ, കുംഭകർണൻ, ശൂർപ്പണഖ, വിഭീഷണൻ എന്ന് നാമകരണവും ചെയ്തു. കൈകസി മക്കളോടൊപ്പം അങ്ങനെ കാനനത്തിലൂടെ ഇങ്ങനെ അവരുടേതായ ലോകത്ത് സസുഖ ഇങ്ങനെ താമസിച്ചു വരികയായിരുന്നു. ആകാശമാർഗത്തൂടെ അപ്പോഴും താതനെ കണ്ടു വന്ദിപ്പാൻ പോകുന്ന വൈശ്രവണനെ കാണാറുണ്ട്. ഒരു ദിവസം വൈശ്രവണനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പ്രാവശ്യം കൈകസിയാണ് മകനോട് പറഞ്ഞത്. അതായത് 10 തലയും 20 കൈകളും ഉള്ള ആ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ജ്യേഷ്ഠനാണ് പോകുന്നത്, ആ പുഷ്പക വിമാനത്തിലിരിക്കുന്നത്. നിനക്കും അവനും അച്ഛനായിരിക്കുന്നത് ആ ഒരു മുനി തന്നെയാണ്. അതായത് വിശ്രവസ്മുനിയുടെ മക്കളാണ്, അമ്മ 2 ഉള്ളൂ. നിനക്കും അവനും പിതാവ് ഒരു മുനി തന്നെയാണല്ലോ. പക്ഷേ എന്ത് ഫലം, അവൻ പുഷ്പക വിമാനത്തിലും നീ ഈ കാട്ടിൽ തറയിലും. ഇങ്ങനെ പറഞ്ഞത് കേട്ടതും രാവണൻ പറയുകയാണ്, അമ്മേ, ഞാൻ ജ്യേഷ്ഠനേക്കാൾ കേമനായിത്തീരും. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ജ്യേഷ്ഠനെ എത്രയോ നാൾ തപസ് ചെയ്തിട്ടാണ് ഇത്രയും നേടിയത്. തപോബലം കൊണ്ട് തന്നെ ഞാനും എല്ലാം നേടും. ഇനി രാവണാദികളുടെ തപസ്സാണ്. രാവണൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും തപസ് ചെയ്യാൻ പോയപ്പോൾ അവർ ശൂർപ്പണഖ പോയില്ല. മറ്റ് 3 പേരും, അതായത് വിഭീഷണനും കുംഭകർണനും രാവണനാണ് മൂത്തയാൾ, അവർ 3 പേരും കൂടെയാണ് തപസ് ചെയ്യാൻ പോയത്. ആ തപസ്സും ഘോര തപസ്സായിരുന്നു, സാധാരണ തപസ്സൊന്നുമല്ല. ബ്രഹ്മാവിനെ ഇങ്ങനെ തപസ് ചെയ്യുക, ഒറ്റക്കാലിൽ നിന്ന്, ആഹാരമൊന്നുമില്ലാതെ, ആഹാര നീഹാരാദികളെല്ലാം വെടിഞ്ഞിട്ട്. അതുപോലെ ഈ സമ്മർ സീസണിൽ നമുക്കറിയാം നല്ല ചൂടായിരിക്കും. ഈ പ്രാവശ്യം വലിയ ചൂടായിരുന്നല്ലേ, 40-45 ഡിഗ്രി ചൂട് വന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ ചൂട് സമയത്ത് അഗ്നിയിൽ ഇങ്ങനെ നിന്ന് അഗ്നി കൂട്ടി അതിനകത്ത് നിന്ന് തപസ് ചെയ്തു. ചുറ്റും ഇങ്ങനെ അഗ്നി കത്തിച്ചിട്ട്, പിന്നെ തണുപ്പ് കാലത്ത് കഴുത്തറ്റം വെള്ളത്തിലിറങ്ങി നിന്ന് തപസ് ചെയ്തു. അതുപോലെ ഘോരവൃഷ്ടിയിൽ, അതായത് വലിയ മഴയത്ത് ആ മഴ നനഞ്ഞു നിന്ന് ആ സൂര്യദേവൻ ഇങ്ങനെ ജ്വലിക്കുന്ന സൂര്യദേവനെ നോക്കിയാണ്, വെയിലത്ത് നിന്നൊക്കെയാണ് തപസ് ചെയ്തത്. സൂര്യദേവനെ നോക്കി മാത്രം നിന്നൊക്കെ. അങ്ങനെ 3 പേരും അവരവരുടേതായ രീതിയിൽ ഇങ്ങനെ കൊടും തപസ് അനുഷ്ഠിക്കുകയാണ്. വിഭീഷണൻ മാത്രം ആ സ്വഭാവത്തിനനുസരിച്ച് ആ പരബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ധ്യാനിച്ച് ശാന്തചിത്തനായിട്ട് ഭഗവാനെ മാത്രം വിചാരിച്ചിരുന്നു. അങ്ങനെ 10,000 ആണ്ട് കഴിഞ്ഞു. ബ്രഹ്മാവ് വന്നതേയില്ല. രാവണൻ തൻ്റെ 10 തലകളിൽ നിന്ന് ഒരെണ്ണം അറുത്ത് ആ അഗ്നിയിലേക്കിട്ടു. വന്നില്ല ബ്രഹ്മാവ്. പിന്നെയും 1000 വർഷം കഴിഞ്ഞു. 2ാമത്തെ തലയും അറുത്ത് അഗ്നിയിലിട്ട് ഹോമിച്ചു. വന്നില്ല ബ്രഹ്മാവ്. വീണ്ടും 1000 വർഷം കൂടെ കഴിഞ്ഞിട്ടും ബ്രഹ്മാവ്
വരുന്നില്ല. ഉടനെ മൂന്നാമത്തെ തലയും അറുത്ത് അഗ്നിയിലേക്കിട്ടു. ഇങ്ങനെ 10 തലയുള്ളതിൽ 1, 2, 3, 4 ഇങ്ങനെ 9ാമത്തെ തലയറുത്തു. അപ്പോൾ ആദ്യത്തെ തലയറുക്കുന്നത് 10,000 വർഷം കഴിഞ്ഞ്. അപ്പോൾ 11,000, 12,000, 13,000, 14,000, 15,000, 16,000, 17,000, 18,000, 19,000 ആണ്ടായപ്പോൾ, അതായത് 19,000 വർഷം കഴിഞ്ഞപ്പോൾ ആ 9ാമത്തെ തലയും അറുത്തു. പിന്നെ ഒരു തലയല്ലേ ശേഷിക്കുന്നുള്ളൂ. ആ 19,000 വർഷം കഴിഞ്ഞപ്പോൾ അവസാനത്തെ തല അറുക്കാൻ തുടങ്ങിയപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. വീരാ മതി സാഹസം ഇങ്ങനെ പോരും അഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ. നിൻ്റെ ഇഷ്ടം അഭിമതം എന്താണെന്ന് വെച്ചാൽ പറയൂ, ഞാൻ നൽകുന്നതാണ് എന്ന് രാവണനോട് ബ്രഹ്മാവ് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവൻ ചോദിച്ചതും രാവണൻ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദേവഗന്ധർവ സുരോരകന്മാരിലേവരാലും ഞാൻ അവധ്യനായിടണം എന്ന് വേണ്ട, നരന്മാരാലൊഴിഞ്ഞെനിക്കന്യരാൽ മൃത്യു വരാതെ ഇരിക്കണം. എല്ലാം നീ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും, അങ്ങനെ തന്നെ ഭാവിക്കട്ടെ, തഥാസ്തു എന്ന് അനുഗ്രഹിച്ചിട്ട് കുംഭകർണൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ദേവന്മാർ വന്ന് പറഞ്ഞു, ഇവിടെ ഈ രാക്ഷസന്മാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, ഇവിടെ ഒരാളെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മാവിന് ഇത് കേട്ടതും ബ്രഹ്മാവ് തൻ്റെ പ്രിയപത്നിയായ സരസ്വതി ദേവിയോട് പറഞ്ഞു, പ്രിയേ, നീ ചെന്ന് ആ കുംഭകർണൻ്റെ നാവിൻ തുമ്പിൽ വസിച്ച് ആ വിഭ്രാന്തി ഉണ്ടാക്കണം നാക്കിന്. അങ്ങനെ അവനെ ഭ്രമിപ്പിച്ചിട്ട് വാക്കുകൾ ശരിക്കൊന്നും പ്രയോഗിക്കാൻ പറ്റാതെ അവസ്ഥയാക്കണം. അതാണ് വിഭ്രാന്തി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അത് കേട്ടതും സരസ്വതി ദേവി നല്ല അനുസരണയുള്ള ഭാര്യ ഓടിച്ചെന്ന് ആ നാവിൻ്റെ തുമ്പൽ കയറിയിരുന്നു. ഉടനെ ബ്രഹ്മാവ് ചെന്ന്, വത്സ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, എന്തഭീഷ്ടമാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയുകയല്ല. കുംഭകർണൻ പറഞ്ഞു, നിദ്രത്വമാശു നൽകേണമടിയന് എന്ന് പറഞ്ഞു. മറ്റൊന്നും വേണ്ട എന്ന് പറയാം. നിദ്രത്വം എന്ന് പറഞ്ഞാൽ നിദ്രയുടെ ആ നിദ്രയിലുള്ള ആ അവസ്ഥ, ഉറക്കം എന്നാണ് നിദ്ര അല്ലേ. അപ്പോൾ അങ്ങനെ ആ തഥാസ്തു എന്ന് പറഞ്ഞു. ഉറങ്ങിക്കോട്ടെ, ആർക്ക് നഷ്ടമില്ലേ. വിഭീഷണനെ സമീപിച്ച് അഭീഷ്ടം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ വിഭീഷണൻ ആ ബ്രഹ്മദേവനെ താണു വീണ് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, അങ്ങേ കാണാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യം, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതുപോലെയായി എന്ന് പറഞ്ഞു. പിന്നെയും ആ പാദാംബുജങ്ങളെ വന്ദിക്കുമാറാകണം എനിക്ക്. വന്ദിക്കുകയാണ്. പിന്നെ ഒരു വരമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അതേ എനിക്ക് നൽകേണ്ടൂ എന്ന് എന്നും ധർമ്മച്യുതി വരാതെ, അതായത് ധർമ്മമാർഗത്തിൽ ചരിക്കാൻ, അതുപോലെ അവിടുത്തെ തൃപ്പാദഭക്തിക്ക് ഇളക്കം വരാതെ പാപകർമ്മങ്ങളിൽ നിന്ന് വൈമുഖ്യമുണ്ടാകാനും അനുഗ്രഹിച്ചാൽ മതി എന്നെ. അപ്രകാരം ഭാവിക്കട്ടെ എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുന്നു. അനേക വത്സരം ജീവിച്ചിരിക്കുക, ആരാലും ഒരു സങ്കടവും ഉണ്ടാകാനിടയാകാതിരിക്കട്ടെ, കൽപ്പാന്തകാലത്തോളം ഉത്തമ ഭഗവത് ഭക്തനായി ഭാഗവതോത്തമനായി വാഴുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മദേവൻ അപ്രത്യക്ഷനാകുകയാണ്. കുംഭകർണന് തൽക്ഷണം നിദ്ര വന്നു. ഉറങ്ങാനല്ലേ വരം കിട്ടിയിരിക്കുന്നത്, ഉറങ്ങാൻ റെഡിയായി അങ്ങനെ പോവുകയാണ്. ഇവിടെ കൈകസി വളരെ സന്തുഷ്ടയായി മക്കളോടുകൂടി അങ്ങനെ താമസിച്ചു വരുവാണ്. വിവരമെല്ലാം അറിഞ്ഞ് സുമാലി പാതാളത്തിലാണല്ലോ അവിടെ എല്ലാം, തൻ്റെ മറ്റ് പുത്രന്മാരുമായി, സുമാലിക്ക് 10 പുത്രന്മാരും 4 കന്യകമാരുമാണ്. ആ മറ്റ് പുത്രന്മാരൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. രാവണൻ വരമൊക്കെ വാങ്ങിച്ച് അങ്ങനെ വലിയ നല്ല പൊസിഷനിലല്ലേ ഇപ്പോൾ. അപ്പോൾ കൈകസി ആണെങ്കിൽ അത്യന്തം സന്തുഷ്ടയായി. സ്വന്തം സഹോദരന്മാർ വന്നിരിക്കുന്നു, അച്ഛൻ വന്നിരിക്കുന്നു, മക്കളാണെങ്കിൽ വരം നേടി തപസ്സനുഷ്ഠിച്ച് വളരെ ശക്തിമാന്മാരായി മാറിയിരിക്കുന്നു. ഒരു ദിവസം പ്രഹസ്തൻ എന്ന് പറഞ്ഞാൽ സുമാലിയുടെ മകനാണ്, കൈകസിയുടെ സഹോദരനാണ്. ആ പ്രഹസ്തൻ അവരോടെല്ലാവരോടുമായി ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ രാവണൻ്റെ അമ്മാവനാണല്ലോ. അപ്പോൾ ഇങ്ങനെ പണ്ട് അതിഥിയും ദിതിയും കശ്യപന് പത്നിമാരായിട്ടുണ്ടായിരുന്നു 2 പേര്. ആ അതിഥിയുടെ മക്കളും ദിതിയുടെ മക്കളും, അതിഥിയുടെ മക്കളാണ് ആതിഥേയന്മാർ എന്നറിയപ്പെടുന്ന. ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ സുരന്മാർ, ദേവന്മാർ. ദിതിയുടെ മക്കൾ ദൈത്യന്മാർ എന്നറിയപ്പെടും, അവർ രാക്ഷസന്മാരും. അങ്ങനെ അച്ഛൻ കശ്യപനാണെങ്കിലും ഇങ്ങനെയാണ് അവരറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദിതിയുടെ മക്കളും അതിഥിയുടെ മക്കളും തമ്മിൽ
3 ലോകങ്ങളും ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ജയിക്കും എന്നുള്ള ആ മത്സരം വരുമ്പോൾ 2 കൂട്ടരും തമ്മിൽ എന്തുണ്ടാവും? സ്പർദ്ധയുണ്ടാവും. സ്പർദ്ധ, വൈരാഗ്യം ഇതൊക്കെ ഇങ്ങനെ കൂടി വന്നു. അന്ന് മുതൽ ഈ രാക്ഷസന്മാരും ദേവന്മാരും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയത്. ആദിതിയുടെ മക്കൾ ആതിഥേയന്മാരും ദിതിയുടെ മക്കൾ ദൈത്യന്മാരുമാണെന്ന് പറഞ്ഞല്ലോ. അവർ പരസ്പരം എന്നും ഇങ്ങനെ പോര് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കുക. അവർ മഹാവിഷ്ണുവിൻ്റെ അത് കൈകൊണ്ട് തന്നെ ഈ രാക്ഷസന്മാർ അന്നേ കാലപുരിക്ക്, ഇത് പ്രഹസ്തൻ പറയുന്നതാണ്, കാലപുരി പോയി. അശേഷിച്ച ദൈത്യന്മാരൊക്കെ പാതാള ലോകത്ത് പോയി, പാതാള ലോകത്തല്ല നാഗലോകത്ത് പോയി എന്നാണ്. നാഗലോകത്ത് പോയി സന്താപത്തോടെ പാർക്കുകയാണ്. നമ്മുടെ സുഖസൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സങ്കടത്തോടെ. അപ്പോൾ പണ്ട് നമ്മളെല്ലാവരും പാർത്തിരുന്നത് ആ ദേവലോക സമാനമായ ആ ലങ്കാപുരത്തിലായിരുന്നു. അതുപോലെ സുമാലിയും മാല്യവാനും ചെറുപ്പത്തിൽ അവിടെയാണ് പാർത്തിരുന്നതെന്നും അറിയുക. ഈ നാരായണനാണ് നമ്മെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞത്. അങ്ങനെ ലങ്കയും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ നമ്മുടെ ആ ലങ്കാപുരിയിൽ സ്വന്തം പുത്രനായ വൈശ്രവണനെ വാഴിച്ചിരിക്കുകയാണ് നിങ്ങളുടെ താതൻ. അതായത് ഇപ്പോൾ വിശ്രവസ്മുനിയാണല്ലോ അവിടെ വൈശ്രവണനെ പാർപ്പിച്ചിരിക്കുന്നത്. ഭവാൻ ഇത്രയും കാലമായിട്ടും ഈ കഥയൊന്നും അറിഞ്ഞതേ ഇല്ലേ എന്ന് രാവണനോട് ഈ പ്രഹസ്തൻ ചോദിക്കുകയാണ്. കേട്ടിടുന്നെന്ന് രാവണൻ ഉടനെ തന്നെ അവിടെ ചെന്ന് പറയുക, രാക്ഷസവംശത്തിൻ്റെ ആസ്ഥാനം ലങ്കാപുരമാകുന്നു. ഉത്തമനായ ആ വൈശ്രവണനോട് ലങ്ക നമുക്കായി ഒഴിഞ്ഞു തരാൻ പറയണം. എന്താണ് മറുപടി പറയുന്നതെന്ന് കേട്ട് തിരിച്ചു വന്ന് അറിയിക്കുകയും വേണം എന്ന് പറഞ്ഞു. പ്രഹസ്തൻ അതനുസരിച്ച് ലങ്കയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വൈശ്രവണനോട് ഈ രാവണൻ്റെ വാക്കുകൾ അറിയിക്കുകയാണ്. അത് കർണത്തിൽ പറയണം എന്ന് പറയുന്നത്, അതായത് ചെവിയിൽ പറയണം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് പറയണമെന്നല്ല. അങ്ങനെയാണ് ഈ പ്രഹസ്തനോട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ പ്രഹസ്തൻ അവിടെ ചെന്ന് രാവണനോട് ഇങ്ങനെ പറയുകയാണ്, ഭവാന്റെ അനുജനായ ദശാനനൻ, അതായത് രാവണൻ അയച്ചതാണ് എന്നെ, ഏറ്റവും രഹസ്യമായ ഒരു വിവരം പറയാനാണ് എന്നെ അയച്ചിരിക്കുന്നത്. രാക്ഷസന്മാർക്കുള്ള വാസസ്ഥാനമാണ് ഈ ലങ്ക. പണ്ട് കാലം മുതലേ അവരിവിടെ തന്നെയാണ് താമസിച്ചു വന്നിട്ടുള്ളത്. ഭവാൻ ഇപ്രകാരം പരിപാലിച്ചു വന്നതിൽ വളരെ നല്ല കാര്യമാണ്, അതിൽ സന്തോഷവുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടം ഒഴിഞ്ഞു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇങ്ങനെ പറയാൻ ദൂതനെ പോലെ പ്രഹസ്തൻ പറഞ്ഞത് കേട്ട് വൈശ്രവണൻ പറഞ്ഞു, താതൻ എനിക്കിരിക്കാനായി ഒരിടം തന്നു, ഞാനത് സ്വീകരിച്ചു എന്ന് മാത്രം. രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയതിന് ശേഷം ഇവിടെ ആരുമില്ലാതെ, നോക്കി സൂക്ഷിക്കാൻ ആരുമില്ലാതെ ഇരിക്കുകയായിരുന്നല്ലോ. ആ അവസരത്തിലാണ് താത നിയോഗത്താൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എൻ്റെ സോദരനായ ദശാനനോടുകൂടി ഇവിടെ വസിക്കാനും സന്തോഷമേ ഉള്ളൂ. ഞാൻ അവനെ കണ്ടിട്ടാണെങ്കിൽ വളരെ നാളുകളായി, അടുത്ത് കാണാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. താമസിയാതെ അവനെ ഇങ്ങോട്ട് വരുത്തിയിടുക, എനിക്കും അവനെ കാണാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രഹസ്തൻ അത് തിരിച്ച് രാവണൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. ഇങ്ങനെ വൈശ്രവണൻ പറഞ്ഞ ഇതിങ്ങനെ പ്രഹസ്തൻ പോയ ഉടനെ വൈശ്രവണനും തൻ്റെ അച്ഛനെ കണ്ട് ഈ വിവരങ്ങളൊക്കെ, അവർ നല്ല റിലേഷൻഷിപ്പാണ്, വൈശ്രവണൻ നല്ല സ്വഭാവമുള്ള മകനായിരുന്നു. അവർ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം പങ്കുവച്ചു. അപ്പോൾ വൈശ്രവണൻ അറിയിച്ചതനുസരിച്ച് പിതാവായ വിശ്രവസ്മുനി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, ഇനി വൈശ്രവണൻ്റെ ലങ്കാ പരിത്യാഗം എന്ന തലക്കെട്ടാണ്. ഇനി ഇപ്പോൾ വൈശ്രവണൻ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനായ വിശ്രവസ്മുനി ആ വാക്കുകളൊക്കെ കേട്ടിട്ട് മകനായ വൈശ്രവണനോട് പറഞ്ഞു, അവനൊരു മഹാദുഷ്ടാത്മാവാണ്. അതായത് രാവണനെക്കുറിച്ച് പറയുകയാണ്. ഒരു നന്മയും അവൻ്റെ സമീപത്തുകൂടെ പോയിട്ടേ ഇല്ല. ആയതിനാൽ ഇനി മുതൽ നീ ഇവിടെ താമസിച്ചാൽ മതി, എൻ്റെ കൂടെ. ലങ്കയിൽ താമസിക്കുന്നത് ഒട്ടും ഉചിതമായിരിക്കില്ല. പുത്രകളത്ര ബന്ധുക്കളോടുകൂടി ശങ്കരനെ ഭജിച്ച്, അതായത് മഹാദേവനെ ഭജിച്ച് ഇവിടെ കൂടാം എന്നറിയിക്കുന്നു. അങ്ങനെ ആ കൈലാസ ശൈലത്തിനടുത്തൊരു നഗരം നിർമ്മിച്ച് മഹേശ്വര ഭക്തനായി ഇനിയുള്ള കാലം നീ താമസിക്കുക എന്ന് അച്ഛൻ പറയുന്നു. അച്ഛൻ്റെ വാക്കുകൾ പ്രകാരം വൈശ്രവണൻ തൻ്റെ പുത്രന്മാർ, മിത്രങ്ങൾ, കളത്രം, ധനം ഇവയെല്ലാമായി ലങ്ക ഉപേക്ഷിച്ച് പോരുകയും ചെയ്യുകയാണ്. അങ്ങനെ മഹാദേവനെ കുറച്ചു കാലം തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് മഹേശ്വര ഭക്തനായി അളകാപുരിയിൽ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. രാവണൻ പ്രഹസ്തനിൽ നിന്നും വൃത്താന്തങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരോടുമായി ഇങ്ങനെ, ഇപ്പം എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ടല്ലോ കൂടെ, ഇപ്പം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. വൈശ്രവണൻ ഇങ്ങനെ ലങ്കയിൽ നിന്ന് ഒഴിഞ്ഞു പോയി അവിടെ വെറുതെ കിടക്കുകയല്ലേ,
അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അനന്തര കൃത്യങ്ങൾ എന്തായിരിക്കണമെന്ന് ചർച്ച ചെയ്യുന്നു. അതിനനുസരിച്ച് മറ്റുള്ള രാക്ഷസന്മാർ സുമാലി, മാലി, പ്രഹസ്തൻ, അങ്ങനെ അവരെല്ലാവരും കൂടെ പറഞ്ഞു, ഇപ്പോൾ ലങ്കയിൽ ആരും ഇല്ലല്ലോ. ഒട്ടും വൈകാതെ രാക്ഷസ രാജാവ് ലങ്കേശ്വരൻ എന്ന് ആ അഭിധാനത്തോടുകൂടി അഭിഷേകം ചെയ്ത് വാണാലും താമസം പിന്നെ എല്ലാവരും ലങ്കയിലേക്ക് പുറപ്പെടുകയാണ്. നടന്നാണ് പോകുന്നത്. ആ ബ്രഹ്മദേവനിൽ നിന്നും വരം സിദ്ധിച്ചിട്ടുള്ളതിനാൽ വളരെ പ്രൗഢിയോടെ ലങ്കയിൽ ചെന്ന് അഭിഷേകമൊക്കെ കഴിഞ്ഞ് ലങ്കേശ്വരനായ രാക്ഷസ രാജാവായി വാഴാൻ തുടങ്ങി. അനുജനായ കുംഭകർണന് എന്ന് ഉറങ്ങാനാണല്ലോ വരം ലഭിച്ചിരിക്കുന്നത്. അതിനായി സൗകര്യപ്രദമായ അറയൊക്കെ ഒരുക്കി കൊടുത്തു. അനുജൻ എത്ര സമർത്ഥനായിരുന്നു, എത്ര ശക്തിമാനായിരുന്നു, ഗുണാഢ്യനായിരുന്നു. എന്ത് കർമ്മഫലത്തിലാണ് അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? എന്താണ് ഇങ്ങനെ ഒരു വിധി വരാൻ? എന്തായാലും ബ്രഹ്മദേവനോട് ചെന്ന് സങ്കടം ഉണർത്തിക്കാം. ബ്രഹ്മദേവനോട് സങ്കടം ഉണർത്തിച്ചാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകും, ഉണ്ടാകാതെ ഇരിക്കില്ല എന്നിങ്ങനെ രാവണൻ ചിന്തിക്കുകയാണ്. അതനുസരിച്ച് പോയി ബ്രഹ്മദേവനോട് വളരെ ദുഃഖിതനായിട്ട് പറഞ്ഞു, അങ്ങയുടെ പ്രസാദത്താൽ എല്ലാം എനിക്ക് ലഭിച്ചു. 3 ലോകങ്ങളുടെയും കർത്തൃത്വം ഇന്ന് എന്നിലാണ്. അതെല്ലാം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഈ അധികാരവും സ്ഥാനവും ഒന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഞാൻ. എൻ്റെ പ്രിയ അനുജൻ ഇങ്ങനെ രാവും പകലും ഉറങ്ങുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ഒരു സമയവും ഇങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് ജന്മം തന്നെ നിഷ്ഫലമായി തീർന്നുവല്ലോ. ആ രാവണൻ്റെ ദുഃഖത്തിൽ അലിവ് തോന്നിയ ബ്രഹ്മാവ് 6 മാസം കഴിഞ്ഞാൽ ഒരു വാസരം അവന് ഉറക്കമുണ്ടാവില്ല. 6 മാസത്തേക്ക് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 6 മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേവന്മാർക്കും അസുരന്മാർക്കുമൊക്കെ ഒരു പകലും ഒരു രാത്രിയുമാണ്. 6 മാസം പകൽ, 6 മാസം രാത്രി. നമ്മുടെ 6 മാസം അവർക്ക് അര ദിവസമാണ്. അതായത് ഒരു പകലെങ്കിൽ ഒരു പകൽ, അല്ലെങ്കിൽ ഒരു രാത്രി. അങ്ങനെ ഒരു രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പകൽ ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ 6 മാസം 6 മാസം. ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. രാവണാദികൾ അങ്ങനെ ലോകരെയെല്ലാം ഉപദ്രവിച്ച് ദേവന്മാരെയും താപസന്മാരെയും എന്ന് വേണ്ട ഭൂമിക്ക് മുകളിൽ മാത്രമല്ല 3 ലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളെല്ലാം ദ്രോഹിച്ച് ആ ദ്രോഹിക്കുന്ന ആ ബുദ്ധിയിലാണ് അവർക്ക് സന്തോഷം. അങ്ങനെ അവരവിടെ താമസിച്ചു. ദേവന്മാരും താപസന്മാരുമെല്ലാം വളരെ ദുഃഖിതരുമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോയ രാവണൻ മയനെ കാണുകയാണ്. മയൻ തൻ്റെ പുത്രിയായ മണ്ഡോദരിയുമായി ഇങ്ങനെ വരികയായിരുന്നു. ഇപ്പം സുന്ദരിയായ മകൾക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ രാവണനെ കാണുന്നത്. രാവണൻ ചോദിച്ചു, എന്താണ് ഈ കാനനത്തിലൂടെ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ രാക്ഷസേശ്വരനാണ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തിയിട്ടാണ് രാവണൻ ചോദിക്കുന്നത്. മയൻ പറഞ്ഞു, ഞാൻ ദേവലോകത്തു നിന്ന് വരികയാണ്. എൻ്റെ ഭാര്യ ഹേമ അവിടെ ഇന്ദ്രൻ്റെ സഭയിലെ നർത്തകിയാണ്. ഇത് എൻ്റെ മകളാണ്. ഞാൻ മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ തിരക്കി ഇറങ്ങിയതാണ്. നമ്മൾ ഹേമയെ കണ്ടിട്ടുണ്ട്. അതായത് ഈ 24-ാം ദിവസത്തെ രാമായണത്തിലാണെന്ന് തോന്നുന്നു. അതായത് സ്വയംപ്രഭാഗതിയില്ലേ, സ്വയംപ്രഭയുടെ ആ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഹേമ എന്ന ആ നർത്തകിയുടെ തോഴിയായിരുന്നു സ്വയംപ്രഭ. ഹേമ ദേവലോകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സ്വയംപ്രഭയോട് പറഞ്ഞു, ഈ ആശ്രമത്തിൽ താമസിച്ചുകൊള്ളുക. ആ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വരുമ്പോൾ വാനരന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ട്, അതായത് സീതാദേവി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ഹേമ അന്ന് ദേവലോകത്തേക്ക് പോകുന്നത്. ആ ഹേമയാണ് ഈ മയൻ്റെ ഭാര്യയായ ഹേമ. അപ്പോൾ അങ്ങനെ ലങ്കേശ്വരനായ രാവണനാണ് ഞാനെന്നും മകളെ എനിക്ക് തന്നാലും എന്ന് അഭ്യർത്ഥിച്ചതനുസരിച്ച് മയൻ ഈ മകളെ ലങ്കേശ്വരന് കൊടുക്കുകയാണ്. നല്ല ആഭിജാത്യമുള്ള സദ്ഗുണസമ്പന്നനായ വരനാണ് എന്ന് കരുതിയാണ് മയൻ കൊടുക്കുന്നത്. പക്ഷെ അതിദുഷ്ടനായ രാവണനാണ് മകളെ കൊടുക്കുന്നതെന്ന് പാവം മയൻ അറിയില്ലല്ലോ. തൻ്റെ ജാമാതാവ് സദ്ഗുണസമ്പന്നനാണ്, നല്ലവനാണ് എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ആവശ്യത്തിന് സ്ത്രീധനം കൊടുക്കുന്നു. കൂടാതെ വിശേഷപ്പെട്ട ഒരു വേലും സമ്മാനിക്കുകയാണ്. നമ്മളത് യുദ്ധകാണ്ഡത്തിൽ പഠിച്ചു. മയൻ കൊടുത്ത വേലുകൊണ്ട് ശ്രീരാമനെ കുത്താൻ ചെല്ലുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വൈരോചനൻ്റെ പൗത്രിയെ കുംഭകർണൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ തന്നെ ശൈലൂഷൻ എന്ന ഗന്ധർവൻ്റെ പുത്രിയായ സരമയാണ് വിഭീഷണൻ വിവാഹം കഴിക്കുന്നത്.
രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ വിദ്യുജ്വഹനും വിവാഹം ചെയ്തു കൊടുത്തു. നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി അടുത്ത ദിവസം പറയാം അടുത്ത ദിവസത്തെ കഥ. ഇതിൻ്റെ ബാക്കി കഥ. അവരെല്ലാം അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് താമസിക്കുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശുഭദിനം നേരുന്നു. നന്മയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.